ഹലോ ഫ്രണ്ട്സ്, പാടി ടീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ കറി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഇതാ നമ്മള് ചിക്കന്റെ പണി തുടങ്ങി. പാഞ്ചിയാട്ടൻ ചിക്കൻ വിരയുന്നുണ്ട്. ഇത് ഉദ്ദേശിച്ച ഒരു 2 കിലോന്റെ അടുത്തുള്ള ചിക്കനാണ് നമ്മൾ മേടിച്ചത്. പാഞ്ചിയാട്ടൻ ഇടുന്ന് ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. 2 ഉള്ളിയാണ് നമ്മൾ ഈ ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ബാക്കി കാര്യമെല്ലാം ഇടുന്ന് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനു വേണ്ട മസാല ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടുക, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറുനാരങ്ങൻ്റെ പകുതി, ഒരു ചെറുനാരങ്ങ നീര് അതിലാക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ ഇത് റെസ്റ്റിൽ വെക്കണം. 6 ചുവന്ന മുളക്, കുറച്ച് പെരുംജീരകം, കുറച്ച് മല്ലിയാണ് വേണ്ടത്. മല്ലി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു, കറുവപ്പട്ട, ഒരു 3 ഏലക്കായ്, ഒരു 10 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഒരു 10 ഗ്രാം ബദാം, കുറച്ച് കസൂരി മേത്തി. പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇനി ഇതെല്ലാം നമുക്കിട്ടിട്ട് ചെറുങ്ങനെ ചൂടാക്കാം. ഒരു മണം വരുന്നുണ്ട്. ആ മണം അടിച്ചിട്ട് ഷാജാട്ടും ശിവയും എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുക്കേണ്ട പാകത്തിന് വറുത്തെടുക്കുക. നമ്മൾ ചൂടാക്കിയ മുളകും അണ്ടിപ്പരിപ്പും ബദാമും കസൂരി മേത്തി എല്ലാം കൂടിയിട്ടില്ല. ഇത് പൊടിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. ചൂട് തണിഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചൂടാക്കിയ മസാല പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മസാല നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച 2 ഉള്ളി ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത് നന്നായിട്ടാണ് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. ഇനി ചിക്കനെ നല്ല മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്ത ഉള്ളിയിലേക്ക് ഇട്ട ചിക്കൻ ഷിബുവ ഇങ്ങനെ വറുത്ത് നല്ല വൃത്തിക്ക് അങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് തൈര്, ഷാജേട്ടൻ തൈര് ഒഴിക്കുന്നുണ്ട്. കുറച്ച് തൈര് ഒഴിക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ പൊടിച്ചു വെച്ച പൊടി നമുക്ക് ചിക്കനിലേക്ക് ഇടുക. നന്നായിട്ട് ചിക്കൻ മിക്സ് ആക്കിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ തൈരും നമ്മളെ മസാലക്കൂട്ടും എല്ലാം വീട്ട് ഇളക്കി വെച്ച് ഹൈദരാബാദി മഹാറാണി ചിക്കൻ അടച്ചു വെച്ചങ്ങ് വേവിക്കുകയാണ്. നമ്മളെ ഹൈദരാബാദി മഹാറാണി ചിക്കൻ ഏകദേശമായി. പിന്നെ അതിൻ്റെ അവസാന സ്റ്റെപ്പാണ് അതിലേക്ക് ഒരു 100 മില്ലി ഫ്രഷ് ക്രീം ഒഴിക്കുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഫ്രഷ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക്, നമ്മളെ മഹാറാണി ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില മുകളിൽ ഇങ്ങനെ ഇടുക. കുറച്ച് ഒരു 3-4 പച്ചമുളക് നടുവേ കീറിയതും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഹൈദരാബാദി മഹാറാണി ചിക്കൻ റെഡിയാക്കി. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളെ പാഞ്ചായത്തിനായിട്ട് വറക്കിച്ച വന്നിട്ടുണ്ട്. അപ്പോൾ വറക്കിച്ചിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ സാധാരണ നമ്മുടെ ചിക്കൻ കറിയിനേക്കാൾ
എന്തോ ഒരു പ്രത്യേകത ഇതിലുണ്ട്. ഉണ്ട്. നല്ല കൂട്ട്, നല്ല മസാല, വളരെ നല്ല ടേസ്റ്റ്. ഓക്കെ, സൂപ്പർ. നമ്മളെ പാടി ടീംസിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമന്റായി അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.